പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെയുള്ള പാലം നിർമ്മാണം പൂർത്തിയാകാൻ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 45 കോടി 19 ലക്ഷം രൂപയാണ് പാല നിർമ്മാണത്തിന് കിഫ്ബി ചെലവഴിക്കുക. 6 വർഷം മുൻപ് പാലം നിർമ്മാണം തുടങ്ങിയപ്പോൾ പദ്ധതി തുക 26 കോടി 76 ലക്ഷം രൂപയായിരുന്നു. തൂണുകളിലെ കമ്പികൾ വർഷങ്ങളോളം മഴയും വെയിലുമേറ്റ് തുരുമ്പെടുത്തത് പ്രദേശവാസികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട റാന്നിയിലെ പുതിയ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം. റാന്നിക്കാരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പാ നദിക്കരയിലാണ്. നമുക്ക് തൊട്ട് പുറകിൽ കാണാൻ സാധിക്കും റാന്നി പുതിയ പാലം. അതിനോട് ചേർന്നാണ് മറ്റൊരു സമാന്തര പാലത്തിൻ്റെ നിർമ്മാണം 2019 ആരംഭിച്ചത്. വലിയ പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇവിടെ കാണുന്നത് പാലത്തിൻ്റെ ഈ ഭാഗങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് ഇതിപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഇത് റീടെൻഡർ ചെയ്തിട്ടുണ്ട്. ആദ്യ സമയം 26.76 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നത്. പക്ഷേ പുതുക്കിയ എസ്റ്റിമേറ്റ് അതിൽ നിന്നും തുക കൂടുതലാണ്. 40 കോടിയിലധികം രൂപ ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം റാന്നിയിലെ ഈ ഒരു സമാന്തര പാലത്തിൻ്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ആളുകൾക്കുള്ള ഒരു സംശയം എന്നുള്ളത് ഇനി നിർമ്മാണം ഇതിൻ്റെ ബാക്കിയുള്ളത് ആരംഭിക്കാനിരിക്കുമ്പോൾ ഇവിടെ കാണുന്ന പഴയ നേരത്തെ നിർമ്മിച്ച ഭാഗങ്ങൾ അതൊക്കെ ബലമുള്ളതാണോ എന്നുള്ളതാണ്. കാരണം കമ്പികളൊക്കെ തുരുമ്പെടുത്തതായി ഒരു പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടത്ര പരിശോധനകളൊക്കെ ഇക്കാര്യത്തിൽ നടത്തണം എന്നാണ് ഇപ്പോൾ നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത്. 6 വർഷത്തിന് മുകളിലായി ഈ പാലം പണി നിന്നുപോയിട്ട് ഈ തുരുമ്പ് പിടിച്ച കമ്പിയിൽ വീണ്ടും ഈ ആർച്ച് പാലം കൊണ്ടുവരുമ്പോൾ എങ്ങനെ ബലമാകും? പണ്ട് നമുക്കൊരു അനുഭവമുണ്ട് പഴയ പാലം പോയത്. അപ്പോൾ ഇനിയൊരു അപകടം നമുക്കിവിടെ ഉണ്ടാകാതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ അറിയാവുന്ന എഞ്ചിനീയർ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ കൊണ്ട് ചെക്ക് ചെയ്തതിന് മാത്രമേ വീണ്ടും ഈ ആർച്ച് പാലം ഇവിടെ തുടങ്ങൂ. എൻ്റെ അറിവില്ലേ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ആർച്ച് പാലമാണ്. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം, ഒപ്പം തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ, ആ തർക്കങ്ങളൊക്കെ ഏറെക്കാലം നിർമ്മാണം സ്തംഭിച്ചൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുണ്ട്. നമ്മൾ ഈ പാലം ടെൻഡർ ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം ഏറ്റെടുക്കണമായിരുന്നു. ഈ സ്ഥലം ഏറ്റെടുക്കാതിരുന്നതാണ് ഇതിൻ്റെ പാളിച്ച. ഇപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്തു. ഇപ്പം ഈ പാലം പണി പുനരാരംഭിച്ചാൽ മാത്രം മതി. ഏതായാലും റാന്നിക്കാരെ സംബന്ധിച്ച് ഒരു വലിയ സ്വപ്ന പദ്ധതി കൂടിയാണ് റാന്നിയിലെ പുതിയ പാലത്തിന് സമാന്തരമായിട്ടുള്ള ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഒരു പാലം. അത് നിർമ്മാണമൊക്കെ പൂർത്തിയായി റാന്നിയിലെ ഗതാഗതക്കുരുക്കിന് ഒരു വലിയ പരിഹാരം കൂടി ഈ പാലം ആകും എന്ന ഒരു പ്രതീക്ഷ കൂടി ജനങ്ങൾക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.